വലിയ ഒരു പ്രശ്നമുണ്ട്. കുറേ പേര് ചോദിച്ച് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലൊരു പയ്യൻ അതിക്രമിച്ചു വന്നു, നമ്മൾ പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൊല്ലണ്ട് വന്നു. ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നവനാ. സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം. നമുക്ക് പോലീസിൽ ചെല്ലാം. പോലീസിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും സെൽഫ് പ്രൊട്ടക്ഷൻ്റെതായ കാര്യങ്ങളാണ് അവിടെ വരുള്ളൂ. ഞാൻ അന്ന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് പീരീഡിൽ അന്ന് ഞാൻ ആലോചിച്ചത് ഇത്ര സിമ്പിളായിട്ട്, പക്ഷേ എന്തുകൊണ്ട് അവർക്ക് പറ്റാതെ വന്നു എന്നുള്ളത് അവരുടെ അമ്മ, മരിച്ച പയ്യൻ്റെ അമ്മ ഒരു പോലീസുകാരി IG ആണ്. ഇവരുദ്ദേശിക്കുന്ന പോലെ കേസ് പോവുകയില്ല, അവരുദ്ദേശിക്കുന്ന പോലെ കേസ് പോവുള്ളൂ. ഒന്നത്. പിന്നെ അവർ നമ്മുടെ കുടുംബം ഇല്ലാതാക്കും എന്ന് പറയുന്ന ഡയലോഗ് എനിക്ക് ആ ചോദ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെ നിന്നാണ് പറഞ്ഞത്? വിൻഡോയുടെ അവിടെ നിന്നുണ്ട്. ജനലിൽ നിന്ന് ജനലിലൂടെ നോക്കുമ്പോൾ കുഴിച്ചിട്ടിരിക്കുക. ജോർജ് കുട്ടി വന്നപ്പോഴത്തേക്ക് ഇവരത് കുഴിയിലാക്കി കഴിഞ്ഞു, മറച്ചു. ഇതിനകത്ത് ഫാമിലി ഫുൾ ഇൻവോൾവ് ആയി. മനസ്സിലായോ? മനസ്സിലായോ? കാരണം നൗ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ക്രൈം. എക്സാക്ട്ലി. അപ്പം ഇനി കൊച്ച അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരാൾ അടിച്ചു പോന്നു, ഇവരത് കുഴി താത്തി തന്നെയല്ലല്ലോ, വേറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടല്ലോ. കേസ് വരുമ്പോൾ അടിച്ചാൾക്ക് മാത്രമാണോ? അല്ല, മറ്റേ ഫുൾ ഫാമിലിക്കെതിരെ വരും. ഓഫ് കോഴ്സ് ഇളയ കൊച്ചതിനകത്ത് ഒഴിവാകുമായിരിക്കും. അപ്പോൾ അത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അത് ഫാമിലി ആയിരിക്കും. അത് ഇതുവരെ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം. ഇതിൽ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പിന്നെ അത് എടുത്ത് പറയാതെ ആ ജനലിൻ്റെ അവിടെ നിന്ന് ഇവിടെ നോക്കി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം നമ്മളും ക്രൈമിനകത്ത് പെട്ടു. ആ പുള്ളിക്കാരൻ മകൾ മാത്രമല്ല, നമ്മളും ഇപ്പോൾ ഈ ക്രൈമിനകത്തെ ഭാഗമാണ്. നമ്മുടെ കുടുംബാർത്ഥികളെയും എന്ന് പറയുന്നത് അത് ഒരു ഇൻഡയറക്റ്റ് ഇതിനകത്ത് ഉണ്ട്.